بسم الله الرحمن الرحيم. കൊണ്ടോട്ടിയിൽ നിന്ന് ഫസലുർ റഹ്മാൻ ചോദിക്കുന്നു, ബൈബിളിൽ ഇസ്ഹാക്ക് നബിയെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോയത്. ഖുർആനിൽ കാണുന്നത് അത് ഇസ്മായിൽ നബിയാണെന്നാണ്. എന്താണ് വസ്തുത? ബൈബിളിൽ ഇസ്ഹാക്കിനെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോകുന്നത്. ഖുർആനിൽ അത് ഇസ്മായിലിനെയാണ് എന്നാണ് കാണുന്നത്. എന്താണ് വസ്തുത എന്നാണ്. ഖുർആനിൽ എവിടെയും ഇസ്മായിൽ നബിയെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോയത് എന്ന് നേർക്കുനേരുള്ള പരാമർശമില്ല. എന്നാൽ ഖുർആനിലെ 37-ാമത്തെ അധ്യായം സൂറത്തു സഫാത്തിലെ 99 മുതൽ 113 വരെയുള്ള വചനങ്ങൾ, ഇബ്രാഹിം നബി മകരെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ, ഇത് പരിശോധിച്ചാൽ അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയായ സാറയിൽ ഹാജറയിലുണ്ടായ ഇസ്മായിലിനെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോയത് എന്ന വസ്തുത അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. ആ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ നമുക്ക് ഇസ്മായിലിനെയല്ല ഇസ്ഹാക്കിനെയാണ് ബലിയറുക്കാൻ കൊണ്ടുപോയതെന്ന് കാണാൻ പറ്റും. അവിടെയാണ് ബൈബിളിൽ യഹൂദന്മാരുടെ ഗോത്രീയമായ ദുരഭിമാനം എത്രത്തോളമാണ് സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ബലിയറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിലെ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ബലിയറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനിലൂടെ ലോകത്തിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ബലിയറുക്കാൻ കൊണ്ടുപോയത് ഇശ്മയേലാണെങ്കിൽ ഇശ്മയേലിൻ്റെ മക്കൾ കേദാറും നെബയോത്തുമാണ്. കേദാറിൻ്റെയും നെബയോത്തിൻ്റെയും മക്കൾ അറബികളാണ്. എന്നാൽ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കൂബിൻ്റെ മക്കളാണ് ഇസ്രായേലിയർ. ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുന്ന വിഭാഗം ഇസ്രായേലിയരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബൈബിളിലെ പുസ്തകങ്ങളിൽ ഇസ്രായേലി റബ്ബിമാർ, യഹൂദി റബ്ബിമാർ നടത്തിയ കൈക്രിയകളുടെ ഫലമായിട്ടാണ് ഇത്തരം ഒരു ആശയം അതിൽ നിന്ന് വന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത്തരം ഒരു പരിശോധന ആര് നടത്തിയാലും നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ അഥവാ അബ്രഹാമിൻ്റെ ബൈബിൾ പ്രകാരം ഭാര്യ സാറയാണ്. സാറക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് സാറയുടെ അടിമ സ്ത്രീയായിരുന്ന ഹാഗറിനെ ഇബ്രാഹീമിന് വിവാഹം ചെയ്തു കൊടുത്തത് സാറയാണ്, കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അദ്ദേഹം അടിമ സ്ത്രീ എന്നുള്ള നിലക്ക് അന്നല്ല നിലവിലുള്ള രൂപത്തിൽ ഒരു വെപ്പാട്ടിയായി അവരെ ഉപയോഗിക്കുകയല്ല, മറിച്ച് ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം ആണ് അവരുമായുള്ള ബന്ധം നടക്കുന്നത്. അങ്ങനെ ആ ഭാര്യയെ ഭാര്യയാക്കി കൊടുത്തത് സാറയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ കാണാം. അങ്ങനെ ഭാര്യയായി കൊടുത്ത അവർക്ക് സ്വന്തം ഭാര്യയിൽ അബ്രഹാമിന് ആദ്യത്തെ പുത്രനുണ്ടായി. എന്നാൽ പിൽക്കാലത്ത് സാറായിക്കും കുട്ടിയുണ്ടായി. സാറായ്ക്ക് കുട്ടിയുണ്ടാകുന്നത് ഇശ്മയേലിന് 14 വയസ്സുള്ള സമയത്താണ്. അത് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ അബ്രഹാമിന് 86 വയസ്സുള്ള സമയത്താണ് ഇശ്മയേൽ ഉണ്ടാകുന്നത് എന്ന്. അതേപോലെ തന്നെ 21-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ഉണ്ടായത് എന്ന്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം 14 വർഷമാണ്, 14 വയസ്സ്. അപ്പോൾ ഇശ്മയേലിന് 14 വയസ്സുണ്ട് ഇസ്ഹാക്ക് ജനിക്കുന്ന സന്ദർഭത്തിൽ. അങ്ങനെ ബൈബിൾ പറയുന്നത് ഇസ്ഹാക്കും ഇസ്മായേലും തമ്മിൽ കളിച്ച് നടക്കാൻ തുടങ്ങിയ ഒരു വീട്ടിലല്ലേ. സാറക്ക് അടിമയുടെ മകനും
തൻ്റെ മകനും തമ്മിൽ കളിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സാറ അടിമയെയും മകനെയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അബ്രഹാം ആകെ പ്രയാസത്തിലായി. അങ്ങനെ ദൈവം അദ്ദേഹത്തോട് അടിച്ചു പുറത്താക്കാൻ പറഞ്ഞു. ഖുർആൻ പറയുന്നത് സത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ത്യാഗങ്ങൾ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന ഈ ഹാഗാറിനെ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കാൻ എന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് തൻ്റെ ഭാര്യയുടെ ആദ്യ ഭാര്യയുടെ ക്രൂരമായ നിർദ്ദേശം ദൈവം അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കിയെന്നാണ്. ഏതായാലും അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലെ 8 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അടിച്ചു പുറത്താക്കിയ സമയത്ത് ഹാഗാർ പോകുന്നത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ബൈബിളിൽ യഹൂദ റബ്ബിമാർ കൈകടത്തലുകൾ നടത്തിയെന്ന് ഈ ഭാഗം അങ്ങനെ വായിച്ചു വയ്ക്കാൻ മതി, അപ്പോൾ മനസ്സിലാവും. ആ സമയത്ത് കുഞ്ഞിനെ തോളിൽ വെച്ച് ഹാഗാർ കൊണ്ടുപോയിന്ന ഏത് സമയത്താണ്? ഇസ്ഹാക്കിന് മുലകുടി അവസാനിക്കുന്ന സമയത്ത്. ഇസ്ഹാക്കിന് മുലകുടി അവസാനിക്കുന്ന സമയത്ത് ഇസ്മായിലിന് എത്ര പ്രായം ഉണ്ടാകും? 16 വയസ്സ്. കാരണം 2 വർഷം 14 വയസ്സും കൂട്ടിയാൽ 16 വയസ്സ്. 16 വയസ്സുള്ള മകനെ ഹാഗാർ തോളിൽ വെച്ച് കൊണ്ടുപോയി. 16 വയസ്സുള്ള മോനെ. അവിടെ ഇസ്ഹാക്ക് ഉണ്ടായതിന് ശേഷമാണ് ഇസ്മായിലിനെ കൊണ്ടുപോയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സമർത്ഥമായി ബൈബിളിൽ കൈകടത്തലുകൾ നടത്തിയപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി. അതാണ് നമുക്ക് കാണുക. എന്നിട്ടോ മരുഭൂമിയിലെത്തിയപ്പോൾ കുഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. എത്ര വയസ്സുള്ള കുട്ടി? 16 വയസ്സുള്ള കുട്ടി. ആ സമയത്ത് കുഞ്ഞിനെ ഹാഗാർ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. നമുക്ക് ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലെ 15-16 വചനങ്ങൾ നമുക്ക് കാണാം. കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുന്ന ആരെയാണ്? കരയുന്ന ആരെയാണ്? പൊട്ടിക്കരയുന്ന ആരാ? 16 വയസ്സുള്ള മോൻ. കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ പൈതലായിരുന്ന സമയത്ത് തന്നെയാണ്, മുലകുടിപ്രായ സന്ദർഭത്തിൽ തന്നെയാണ് ഹാഗറിനെ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കിയത് ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാമയെ. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹദീസുകൾ സൂചിപ്പിക്കുന്നത് ഇബ്രാഹീമിന് നൽകിയ അള്ളാഹുവിൻ്റെ മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നാണ്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം മാത്രമല്ല ഹാജറയും വിജയിച്ചു. പടച്ചവൻ്റെ തീരുമാനമാണ് തന്നെ ഇവിടെയാക്കാനെങ്കിൽ അതിൽ തനിക്ക് പ്രയാസമല്ല, പടച്ചവൻ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹീമിനെ മടക്കി അയച്ചു എന്നാണ് ഹദീസുകളിൽ നമ്മൾ കാണാം. ഏതായിരുന്നാലും ഇവിടെയാണ് ബൈബിളിൽ കൈകടത്തലുകൾ നടത്തിയത്. ബൈബിൾ ആ കൈകടത്തലുകൾ നമുക്ക് കാണാനും കഴിയും. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനം, അവിടെ മാലാഖ വന്നുകൊണ്ട് സ്വപ്നത്തിൽ അബ്രഹാമിനോട് പറയുന്നത് എന്താണ്? നീ നിൻ്റെ ഏകജാതനായ പുത്രൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കണം എന്നാണ്. ഇസ്ഹാക്ക് എങ്ങനെയാണ് ഏകജാതനായ പുത്രനാവുക? ഇസ്മായിലിൻ്റെ ഉണ്ടായതിനു ശേഷമല്ലേ ഇസ്ഹാക്ക് ഉണ്ടാകുന്നത്. ഇപ്പം ഏകജാതനായ പുത്രൻ എന്ന് പറയണമെങ്കിൽ ഒരൊറ്റ മകനെ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പലപ്പോഴും പറയും, ഇത് ഏകജാതനായ പുത്രൻ എന്ന പരാമർശം ഇത് അടിമ സ്ത്രീയിലുണ്ടായതുകൊണ്ടാണ്. അടിമ സ്ത്രീയിലുണ്ടായ മകനെ മകനായി പരിഗണിക്കില്ല. അങ്ങനെ ആരാ പറഞ്ഞത്? അടിമ സ്ത്രീയിലുണ്ടായതല്ല. ഞാൻ പറഞ്ഞു, സാറയുടെ അടിമയിൽ ആയ ഹാഗറിനെ സാറ ഭാര്യയായി കൊടുത്തു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ പറയുന്നത്. പിന്നെ ഞാൻ അടിമ സ്ത്രീയിലുണ്ടായി എന്ന് പറയാം. ഇനി മാത്രമല്ല, സാറായോട് കൂടുതൽ ഇഷ്ടമുണ്ട്. അടിമ സ്ത്രീ ആയിരുന്ന ഹാഗറിനോട് ഇഷ്ടം കുറവാണ്. അതുകൊണ്ടാണോ? അതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്നാണെങ്കിൽ അത് ബൈബിളിന് തന്നെ എതിരാണല്ലോ. നിങ്ങൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 16-17 അധ്യായങ്ങൾ എടുത്ത് പരിശോധിക്കുക. അവിടെ നമ്മൾ കാണുക, യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ബൈബിളിലെ ഇസ്മായിലിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനായി തന്നെ പരിഗണിക്കുന്നതായിട്ടാണ്.
മകനെപ്പോലെ ചേലാകർമ്മം ചെയ്യിക്കുന്നു, അതേപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം യഥാർത്ഥ മകനായി തന്നെ പരിഗണിക്കുന്നു. എന്താ കാരണം? മകനാണെന്നുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള മകനാണ് ഏകജാതനായ പുത്രൻ. അതല്ലാതെ ഇസാക്കല്ല. ഇസാക്ക് എന്ന് പിന്നീട് എഴുതി ചേർത്തതാണ്. അല്ലാതെ അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ബൈബിളിന് തന്നെ എതിരാണെന്ന്. ആവർത്തന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഒരാൾക്ക് മൂത്ത പുത്രൻ ഉണ്ടാകുന്നു. മൂത്ത പുത്രന്മാർക്കാണ് പഴയ നിയമപ്രകാരം സ്വത്തവകാശത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ആ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു ഇഷ്ടപ്പെട്ട ഒരു മകനും ഇഷ്ടപ്പെട്ടതല്ലാത്തൊരു മകനുണ്ടെങ്കിൽ അവിടെ പക്ഷേ ആദ്യജാതനായി പരിഗണിക്കേണ്ടത് ഇഷ്ടപ്പെടാത്ത മകനാണെങ്കിലും ആ ഇഷ്ടപ്പെടാത്ത മകനെ തന്നെയാണ്. കാരണം ആദ്യം ഉണ്ടായത് ആരാണോ അവനെ തന്നെയാണ്. ഇസ്മായിലാണ് ആദ്യം ഉണ്ടായത്, സംശയമില്ല. ബൈബിൾ പ്രകാരം തന്നെ അബ്രഹാമിന് 86 വയസ്സുള്ളപ്പോൾ ഇസ്മായിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്മായിലിനെ തന്നെയാണ് ബലിയർക്കാൻ കൊണ്ടുപോയെന്ന ബൈബിൾ പറയുന്നത്. ഏകജാതനായ ഇസാക്ക് എന്നാക്കിയത് വളരെ സമർത്ഥമായി ഇസ്രായേലിയർ ഉൽപ്പത്തി പുസ്തകത്തിലെ 22-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുക ഇസാക്കിലൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ, യഥാർത്ഥത്തിൽ ബലിയെറുക്കാൻ കൊണ്ടുപോയ മകനിലൂടെയാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ അത് ഇസാക്കിലൂടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സമർത്ഥമായി നടത്തിയ കൈക്രിയയാണ് അവിടെ കാണുന്നത്. അത് ബൈബിൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൽ സൂറത്ത് സഫാത്തിലെ 99 മുതൽ 113 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് പോലെ, സൂചിപ്പിക്കുന്നത് പോലെ ഇസ്മായേൽ തന്നെയാണ് ബലിയെറുക്കാൻ വേണ്ടി കൊണ്ടുപോകപ്പെട്ട മകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്ന വസ്തുതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.